സദ്വൃത്തയായ ഒരു പെണ്ണിനെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം നടത്തിയാൽ 80 അടി അടിക്കണമെന്നാണ് ശരീഅത്തിന്റെ നിയമം. അതുകൊണ്ടൊരു ചാട്ടവയറെടുത്ത് അവളെ നിങ്ങൾ അടിക്കണം, 80 അടി അടിക്കണം. അതവൾക്ക് നൽകേണ്ട ശിക്ഷയാണ്. പണ്ഡിതന്മാര് വന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം പോലെ 80 അടി അടിക്കാൻ തീരുമാനിച്ചു. 79 അടി കിട്ടി. 80ാമത്തെ അടി എപ്പോൾ അടിച്ചോ അപ്പോൾ കഴിഞ്ഞ് തെറിച്ചു പോന്നുപോയി. ഈ നിലക്ക് മരിച്ച വ്യക്തിയെ സംബന്ധിച്ച് വല്ലാത്ത ബഹുമാനം കാണിക്കണമെന്നാണല്ലോ ഇസ്ലാം പഠിപ്പിച്ചത്. അറിയുമോ നിങ്ങൾക്ക്? പണ്ഡിതന്മാര് പറയുന്നു, മരിച്ചതൊരു മുസ്ലിമാണ്, അയാളൊരു സുന്നി വിശ്വാസക്കാരനാണ്. അങ്ങനെയുള്ള ഒരു വിശ്വാസിയിൽ നിന്ന്, മുസ്ലിമിൽ നിന്ന് എന്തെങ്കിലും മോശം പ്രകടമായാൽ അത് പറയാൻ പാടില്ല. നിസ്കാരവും നിലപാടും ഒക്കെ ഉള്ളൊരു നല്ല മനുഷ്യനാണ് നമ്മുടെ കാഴ്ചപ്പാടിലെ. അങ്ങനെയുള്ളൊരു വ്യക്തി മരിച്ചു, അയാളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്ത വല്ലതും വെളിപ്പെട്ടാൽ അത് പറയാൻ പാടില്ല. മറ്റുള്ളവരോട്, കുളിപ്പിക്കുന്ന ആളുകളോട് പറയുന്നു, അത് പറയാൻ പാടില്ല. എന്നാൽ ആളുകൾക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി പള്ളിയിലും ഇബാദത്തിലും നിസ്കാരത്തിലും സൽക്കർമ്മങ്ങളിലും നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നല്ല സജീവമായ ഒരു പ്രവർത്തകൻ, അള്ളാഹു അക്കൂട്ടം നമ്മൾ പെടുത്തട്ടെ, മരണപ്പെട്ടു. അയാളിൽ നിന്നൊരു നല്ല കാര്യമുണ്ടായി. അത് പറഞ്ഞാൽ അയാളെ പോലെ ആകാൻ കാരണമാകുമെന്നതിനാൽ ആ നല്ല കാര്യങ്ങൾ പറയണമെന്നാണ് മസാല. എന്നാ കേൾക്കണോ നിങ്ങൾക്ക്? ഒരു ബിദ്അത്തുകാരനായ, വിശ്വാസം പേച്ചവനോ അല്ലെങ്കിൽ കർമ്മം പേച്ചവനോ ആയ ഒരു വ്യക്തിയിൽ നിന്ന് നല്ലത് കണ്ടാലും മിണ്ടാൻ പാടില്ല. കാരണം അയാളെക്കൊള്ള ആളുകൾക്ക് അടുക്കാനും അങ്ങനെ അയാളെപ്പോലെ ദുർമാർഗിയാവാനും വിശ്വാസം പേച്ചു പോകാനും കാരണമാകുമെന്നതിനാൽ അത് പറയാൻ പാടില്ല. എന്തെങ്കിലും മോശം കണ്ടാൽ അത് പറയണമെന്നുമാണ്. അത് പറയും വിരോധമില്ല, കാരണം ആളുകൾക്ക് പേടിക്കാന്. അപ്പൊ കണ്ടങ്ങള്, ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല ആള് മരിച്ചു, ഒരു മുസ്ലിം മരിച്ചു എങ്കിൽ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. അയാളെ കുളിപ്പിക്കുന്ന ആളുകൾക്കുണ്ടായ അനുഭവം പോലും പറയാൻ പാടില്ലെന്ന. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അതാ മരണപ്പെട്ടു പോയ വ്യക്തിയെ ജീവിതത്തിൽ കാണുക പോലും ചെയ്യാത്ത ആൾക്കാര്, കാണുക പോലും ചെയ്യാത്ത വ്യക്തികൾ അദ്ദേഹത്തെ കുറിച്ച് ആരൊക്കെയോ പറഞ്ഞു കേട്ടത് ചീത്തയായി പറയുകയാണ്. ഞാൻ പറയുന്നു, പാടില്ല. അത്തരം സദസ്സിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. അത്തരം സദസ്സിലേക്ക് ഫേസ്ബുക്കിലൂടെയാണെങ്കിലും ചെവി കൊടുക്കാൻ പാടില്ല. അത്തരം വല്ലതും കേട്ടാൽ അത് മറ്റുള്ളവരോട് എടുത്തുദ്ധരിക്കാനും പാടില്ല. അതൊക്കെ നമുക്ക് കുറ്റമാണ്, മോശമാണ്, നല്ലവരോട് യോജിക്കാത്ത പ്രവൃത്തിയാണ്. അതേസമയം മരണപ്പെട്ടു പോയ ആളുകളുടെ ഗുണഗണങ്ങൾ എടുത്ത് അനുസ്മരണം നടത്തുന്നത് അത് ദീൻ അനുവദിച്ചതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ചെയ്തു കാണിച്ചു തന്നതാണ്. അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉൽഖുറു മഹാസിന മൗതാക്കും, നിങ്ങൾ മരിച്ചുപോയ ആളുകളുടെ ഗുണങ്ങള് നിങ്ങൾ പറയണം. നാം താജുൽ ഉലമയെ സംബന്ധിച്ച്, നെല്ലിക്കുത്ത് ഉസ്താദിനെ സംബന്ധിച്ച്, അതുപോലെ സയ്യിദ് മുഹമ്മദ് ഹസൻ ജമലുലി തങ്ങളെ സംബന്ധിച്ച് നാം പറയുന്നത് അതാണ്. അവരെ നമ്മൾ ആളാക്കിയിട്ട് അവരെ എന്തെങ്കിലും എടുത്ത് കാണിച്ചിട്ട് എന്തെങ്കിലും ദുനിയാവ് നേടാനല്ല, മറിച്ച് നമ്മുടെ ജീവിതം നന്നാവാനാണ്, നമ്മുടെ ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടുണ്ടാവാനാണ്, അവരെ കൊണ്ട് നമ്മുടെ സംഗതികൾ നടക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധത്തിൽ ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങളിൽ സദസ്സുകൾ, നമ്മുടെ സദസ്സ് ഉൾപ്പെടുത്തട്ടെ. നിങ്ങൾ നോക്കൂ, എത്ര ഖത്മുൽ ഖുർആനാണ്. കോടിക്കണക്കിന് നമ്മിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ ഒരു ഖത്മ് തന്നെ തീർക്കണമെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കണ്ടേ സഹോദരന്മാരെ? നമ്മുടെ ബാപ്പ മരിച്ചു, ആ ബാപ്പാക്ക് ഒരു ഖത്മ് ഓതണം. പള്ളിയിലെ മൊല്ലാക്കയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദിനെയോ ഏൽപ്പിക്കാതെ നമ്മൾ ആരെങ്കിലും സ്വന്തമായ ഒരു ഖത്മ് ഓതാറുണ്ടോ? സാധാരണക്കാരെ ആലോചിച്ചു നോക്കൂ. എന്നാൽ അതാ സയ്യിദ് അവരുടെ ഹളറത്തിലേക്ക് കോടിക്കണക്കിന് ഖത്മുകളാണ്, കോടിക്കണക്കിന് ഇഖ്ലാസ് സൂറത്താണ്, കോടിക്കണക്കിന് തഹ്ലീലാണ്.
നമുക്കൊരു 70,000 ദിക്ർ കിട്ടണമെങ്കിൽ സുബ്ഹാനല്ലാഹ് എത്ര പണിയെടുക്കണം നമ്മള്? എന്നാൽ 70,000 തങ്ങളുപ്പാപ്പാന് അംഗീകരിക്കുന്ന ഉസ്താദുമാര് ശിഷ്യന്മാരെ കൂട്ടി, അതുപോലെ അവിടുത്തെ മുഹിബ്ബീങ്ങളായ ആളുകൾ എല്ലാവരും ഖുർആൻ ഓതുകയാണ്. എല്ലാവരും മദീനയിലും മക്കയിലും അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും അവിടുത്തേക്ക് വേണ്ടി ഇപ്പോഴും വലിയ സദസ്സുകൾ നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല താജുൽ ഉലമയുടെ ഹദറത്തിൽ സന്തോഷത്തോടെ കാണിക്കപ്പെടുകയും അവിടുന്ന് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന അനുയായികളിലും സദസ്സുകളിലും നമ്മെയും നമ്മുടെ ഈ സദസ്സും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നാം നമ്മുടെ മഹല്ലുകളിൽ ശാഖകളിലെല്ലാം അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാം റബ്ബിന്റെ പൊരുത്തം കിട്ടാനാണ്, അവരോടുള്ള ഹക്കാണ്, സാദാത്യങ്ങളോട് നേതാക്കളോടുള്ള കടപ്പാടാണ്. അതൊരു വലിയ ഭാഗ്യമാണ്, അത് സയ്യിദ് അവരുടെ കറാമത്തുമാണ്, അവർക്ക് അല്ലാഹു നൽകുന്ന വലിയ പോരിശയാണ്. അങ്ങനെ നാം സാദാത്യങ്ങളെ ആദരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് പ്രത്യേകം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അഹ്ലു ബൈത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബക്കാരെന്ന് പറയുന്ന വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം ആവശ്യപ്പെട്ട ഒരു സംഗതിയാണ്, നിങ്ങൾ എനിക്ക് ഒന്നും തരണ്ട, ഞാൻ അധ്വാനിച്ച, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിച്ച ത്യാഗവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിനുവേണ്ടി നിങ്ങൾ ഒന്നും എനിക്ക് പകരം തരണ്ട. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബക്കാരെ നിങ്ങൾ സ്നേഹിക്കണം, എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം. അഹ്ലു ബൈത്തിനെ നമ്മൾ സ്നേഹിക്കുക. ബിസ്മില്ലാ. അഹ്ലു ബൈത്തിനെ നമ്മൾ സ്നേഹിക്കുക, അവരെ ആദരിക്കുക. അവരെ ആലിമീങ്ങളായാലും സാധാരണക്കാരായാലും നമ്മുടെ കൂടെ ഉള്ളവരാണെങ്കിലും അല്ലെങ്കിലും സാദാത്യങ്ങൾ നമ്മൾ ആദരിക്കുക, സ്നേഹിക്കുക. അത് നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ്. നാം സാദാത്യങ്ങളെ സ്നേഹിക്കണം, ആദരിക്കണമെന്ന് നമ്മുടെ ആലിമീകളുമൊക്കെ അടിക്കടി നമ്മെ ഉപദേശിക്കുകയാണ്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളൊരു ഹഖാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ അനുയായികൾ, എന്റെ കുടുംബം, എന്റെ അഹ്ലുൽ ബൈത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ പോലെയാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ പോലെയാണ്. എന്താണ് നൂഹ് നബി ഇസ്ലാമിന്റെ കപ്പലിന്റെ പ്രത്യേകത? അതിൽ കയറിയവർ രക്ഷപ്പെട്ടു, അതിൽ നിന്ന് വിഘടിച്ചു നിന്നവർ പരാജയപ്പെട്ടു. ഇതേ പ്രകാരമാണ് എന്റെ സാദാത്യങ്ങൾ, എന്റെ അഹ്ലുൽ ബൈത്തിന്റെ ഒപ്പം കൂടിയ ആൾക്കാർ അവർ വിജയിക്കും, അവർക്ക് രക്ഷയുണ്ട്. അതുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനവും വരാൻ പാടില്ല. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു? ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഏതോ ഒരു വിഷയത്തിൽ ഇമാം മാലിക് തങ്ങൾക്കൊരു അപാകതയും സംഭവിച്ചിട്ടില്ല. പക്ഷേ പലർക്കും വേണ്ടി അന്നത്തെ ഗവർണർ ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹുവിനെ അടിക്കാൻ തീരുമാനിച്ചു, ചാട്ടവർ കൊണ്ട് അടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പലരും ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇമാം മാലിക് തങ്ങളെ, നിങ്ങൾ നിരപരാധിയാണെന്ന കാര്യം സത്യമാണല്ലോ, ആ നിരപരാധിത്വം തെളിയിക്കാൻ ഇവിടെ സാക്ഷികളുമുണ്ടല്ലോ, അതുകൊണ്ട് ആ വിധിച്ച കാളിയെ നിങ്ങൾക്കൊന്ന് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ഫയൽ കൊടുത്ത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്തുകൂടെ? പക്ഷേ കാളി ഒരു സയ്യിദാണ്. ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, ഇവിടെ ഞാൻ അടികൊള്ളാം, നാളെ ആഖിറത്തിൽ എന്നെ അടിച്ചതിന്റെ പേരിൽ, ശിക്ഷ അനുഭവിച്ചതിന്റെ പേരിൽ, എന്നെ അടിക്കാൻ വിരിച്ച കാളിയുടെ പേരിൽ അല്ലെങ്കിൽ ഗവർണറുടെ പേരിൽ ഞാനൊരു കേസ് കൊടുത്താൽ അത് പിന്നീട് ന്യായങ്ങൾ നിരത്തി എനിക്ക് അനുകൂലമായി വിധി വരും. അങ്ങനെ വിധി വന്നാൽ പിന്നെ എന്നെ അടിച്ചവൻ ശിക്ഷിക്കപ്പെടും. അത് സയ്യിദാണല്ലോ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ പറയുന്നു, നാളെ ആഖിറത്തിലെ റബ്ബിന്റെ മുന്നിൽ ഞാൻ കാരണമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സന്തതി
വേദനിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് മാലിക് അത് അനുഭവിച്ചു കൊള്ളാം. എനിക്ക് അയാൾക്കെതിരിൽ പരാതി കൊടുക്കണമെന്ന്